ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഹസീന ഉബൈദ് എന്ന നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മത്തനും പയറും വെച്ചിട്ട് നമ്മളൊരു അടിപൊളി റെസിപ്പിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് നല്ല മധുരമൊക്കെ ഉള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും. പിന്നെ നമ്മൾ ബറാത്ത്, മിറാജ് ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു മധുരം എന്തായാലും ഉണ്ടാക്കണമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇത് നമ്മളിവിടെ ഇതിന് ചക്കരപ്പയർ എന്നാണ് പറയുക. അപ്പോൾ എല്ലാവരും നാട്ടിലും ഇതിന് എന്താ പറയുക എന്നൊന്ന് പറയണേ. ചക്കരപ്പയർ തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് പറയണം കേട്ടോ. നമ്മളെ നാട്ടിലേക്ക് ഇതിന് ചക്കരപ്പയർ എന്നാണ് പറയുക. നല്ല ടേസ്റ്റ് കേട്ടോ. തേങ്ങയൊക്കെ ഇട്ടിട്ട് മത്തനും പയറൊക്കെ ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾക്കൊന്ന് കണ്ടിട്ട് വരാം. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ, പയർ, മത്തൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ശർക്കര. പയർ 1 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണ്. നമ്മളിന്ന് മത്തൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കണം. മത്തൻ വെച്ച് നല്ല മധുരമുള്ള ഒരു ഇതാട്ടോ. അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഇത് കഴിക്കാൻ. ഇത് ഒരു വലിയ മത്തൻ്റെ പകുതിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പയർ ഈ ഒരു പയറാണ്. ഇതൊരു 1 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെച്ചതാണ്. 1.5 മുറി, ഒരു തേങ്ങയും അതിൻ്റെ ഒരു പകുതിയും കൂടി, അങ്ങനെ 1.5 തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. കൂടുതൽ മധുരം വേണ്ടവർക്ക് ഇതിൽ കൂടുതൽ ശർക്കര എടുക്കാം. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുകയെന്നൊന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമ്മൾക്ക് പയറൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിന്നൊരു 3 വിസിലടിച്ചിട്ട് നമുക്ക് എടുക്കാം. പയർ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ പിന്നെ ഇതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയത്. ഒരു 3 വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല പോലെ വെന്ത് കിട്ടി. ഇതിലേക്ക് നമുക്ക് മത്തന് കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ മത്തനൊക്കെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. മത്തന് ഇപ്പോൾ ഇതിൽ നിറയെ എങ്ങനെ തോന്നും, പക്ഷേ വെന്താലും ഇത് ഇത്ര ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വെന്താലും ഇത് കുറച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്നൊരു 2 വിസിലോ ഒരു 3 വിസിലോ അടിച്ചിട്ട് നമ്മൾക്കൊന്ന് ഓഫാക്കിയിടാം. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ശർക്കര ഉണ്ട്, അതൊന്ന് ശർക്കരപ്പാനി നമ്മൾക്കൊന്ന് റെഡിയാക്കി എടുക്കാം. മത്തന് 3 വിസിലടിച്ചിട്ട് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മളെ ശർക്കര ഇതുപോലെ ഒരു പാത്രത്തിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്കൊന്ന് ശർക്കരപ്പാനി തയ്യാറാക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമ്മൾക്കിത് ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കാൻ. നമ്മളെ മത്ത നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്, മത്തൻ പയറും. ഇപ്പോൾ ഒന്ന് ഞാൻ കയ്യിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായി ഒന്ന് തൊട്ടപ്പോഴത്തിന് തന്നെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു ടൈമിൽ നമ്മൾ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കും. ഇതിലേക്ക് 2 ഏലക്കായ പൊടിച്ചും കൂടി ഒന്ന് ചേർത്ത് വെക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു 1/4 സ്പൂണ് ഉപ്പ് നമുക്ക് ചേർത്ത് വെക്കാം. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. 5 സ്പൂണ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കുറച്ച് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ വേണം. ഞാൻ ഒരു തേങ്ങേൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തേങ്ങ ചിരകിയിട്ടാണ് ഇതിലിടുന്നത്. ബാക്കി പകുതി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ട് നമ്മൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ഇതിലൊഴിച്ചിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ ആ അരിപ്പൊടി ഒന്ന് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള തേങ്ങാപ്പാൽ അത് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് ആ അരിപ്പൊടി ഈ തേങ്ങാപ്പാലിൽ ആക്കില്ലേ അത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഞാനിപ്പോൾ കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ചേർത്തെടുത്തത്, അരിപ്പൊടി ചേർത്തത്. മധുരത്തിന് ആവശ്യമായിട്ട് നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചില്ല, അതൊന്ന് അരിച്ചെടുത്തതാണ്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമ്മൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഈ ഒരു പാകത്തിൽ തന്നെ നമ്മൾക്ക് ഇറക്കി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ അരിമാവൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കേണ്ട ലാസ്റ്റായിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത്, ഇതേ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി കൊടുക്കണം. ഇതിങ്ങനെ വേണം. ഇത് ഇനി ഒന്ന് ചൂടാറിയാൽ പിന്നെ നല്ല കട്ടി ആകും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ നമ്മൾക്കിത് ഇറക്കി വെക്കാം. ഇതാ ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് നമ്മൾക്കിതാ തേങ്ങ, ഒരു തേങ്ങ ഫുള്ളായിട്ടുണ്ട്. ഇത് കൂടി നമ്മൾക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് നോക്കണം കേട്ടോ, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മധുരമൊക്കെ ഇതിലുണ്ടോ, പാകത്തിനാണോ എന്നൊക്കെ നോക്കുക. മധുരം കുറവുണ്ടെങ്കിൽ മധുരം ഇട്ടെടുക്കാം. ഇപ്പോൾ ഇതാ മത്തനും പയറും വെച്ചിട്ട് നമ്മൾ അടിപൊളി, നമ്മളവിടെയൊക്കെ ഇതിന് ചക്കരപ്പയർ എന്നാണ് കേട്ടോ പറയുക. ചക്കരപ്പയർ, ശർക്കരപ്പയർ എന്നല്ല, ചക്കരപ്പയർ എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ചക്കരപ്പയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ എല്ലാവരും നാട്ടിലൊക്കെ ഇതിന് എന്താ പറയുകയെന്നൊന്ന് കമൻ്റ് ഇടണം കേട്ടോ. ചക്കരപ്പയർ തന്നെയാണോ എന്നുള്ളതെന്ന് കമൻ്റ് ഇടണേ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങ എത്രയും തോനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ തേങ്ങ എല്ലാവരും കൂടുതൽ ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർക്കുന്നതിൽ പിശുക്ക് കാണിക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.